കോൺഗ്രസ് ആറാട്ടുപുഴ സൗത്ത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 20ാമത് സുനാമി അനുസ്മരണം നടത്തി. തറയിൽക്കടവ് ഫിഷറീസ് ആശുപത്രിക്ക് സമീപം നടന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ആറാട്ടുപുഴ സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 20ാമത് സുനാമി അനുസ്മരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. തറയിൽക്കടവ് ഫിഷറീസ് ആശുപത്രിക്ക് സമീപം നടന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. ദുരന്തമുണ്ടായി പൂർണ്ണമായും നഷ്ടപ്പെട്ടത് 4000 വീടുകളാണ്. 4000 വീടല്ല, ഏതാണ്ട് ഭാഗികമായി നഷ്ടപ്പെട്ട ഉൾപ്പെടെ നോക്കാവുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 20,000-ഓളം വീടുകൾ വരും. പൂർണ്ണമായി പോയി എന്ന് വിധി എഴുതി 4000 വീടുകൾ. ഈ 4000 വീടുകളിൽ പലരിപ്പോൾ അമൃതാനന്ദമയി മഠം പോലെ അതുപോലെ മറ്റ് സന്നദ്ധ സംഘടന മുഖേന സർക്കാർ മുഖേന വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ അനുസ്മരണം നടത്തുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ വീടുകൾ എങ്ങനെയാണ് ഇപ്പൊ നിലനിൽക്കുന്നതെന്ന് പരിശോധിക്കും. ആ 4000 വീട് വെച്ച് കൊടുത്തതിൽ ഒരു 3500 വീടും വാസയോഗ്യമല്ല. ആറാട്ടുപുഴ സൗത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് GS സജീവൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്യാംകുമാർ സ്വാഗതം പറഞ്ഞു. DCC വൈസ് പ്രസിഡന്റ് ജോൺ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. കാർത്തികപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കായ്പുറം സുനാമി അനുസ്മരണ പ്രഭാഷണം നടത്തി. KA ലത്തീഫ് സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് ആറാട്ടുപുഴ.